അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. രാവിലത്തെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മളിന്ന് രാവിലെ തന്നെ നമ്മളെ വീട്ടിൻ്റെ ബാക്ക് സൈഡായിട്ട് വയലുണ്ട്. അങ്ങനെ നമ്മളവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വയലിൽ കൂടി നടക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. സൂര്യനൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നല്ലൊരു പച്ചപ്പും ആ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ രാവിലെ തന്നെ നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോൾ. വയലിൽ പകുതി ഭാഗത്തോളം ഇങ്ങനെ വെള്ളമുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല. അങ്ങനെ അതൊക്കെ കണ്ട് നല്ലതുപോലെ ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് സമയം നടന്നിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി. വന്നിട്ട് നല്ലൊരു കടുപ്പത്തിൽ നല്ലൊരു സ്ട്രോങ് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. രാവിലെ ചായ ഒന്നും കുടിക്കാതെ വന്നിട്ട് നടക്കാൻ പോയത്. അങ്ങനെ ഇതാ നല്ല സ്ട്രോങ്ങിൽ നല്ലൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇനി നമുക്ക് നല്ലൊരു കൽത്തപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കതിൻ്റെ വീഡിയോ നോക്കാം. നല്ല ഉരുളിയിലുണ്ടാക്കിയ നല്ല കൽത്തപ്പമാണ് കേട്ടോ. അതേപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ മീഡിയം സ്ലൈസിൽ 3 ഉള്ളിയും അതേപോലെ നല്ലൊരു വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അറിയാലോ, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചതച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയെടുത്തതാണ്. അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഇതാ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയ ജീരകമില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുക്കറിൽ വെക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ വിസിലിടുമല്ലോ, ആ സമയത്ത് തന്നെ നല്ലതുപോലെ കുക്കായി കിട്ടും. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതേപോലെ ആവശ്യത്തിന് മല്ലിപ്പൊടി, അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം പച്ചമുളകും അതൊക്കെ ചതച്ച മിക്സിയിലെ ജാറില്ലേ, അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം.
ചിക്കനൊക്കെ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാലയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ചിട്ടെടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ ചിക്കൻ ഉപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യത്തിനൊക്കെ ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെക്കാക്കിയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് ഒന്ന് 3 വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതവിടെ റെഡിയാകുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഒരു തേങ്ങയുടെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ നേരത്തെ ചിരകി വെച്ച തേങ്ങയാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായത് കാരണം അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം വെച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്തെങ്കിൽ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ ഒരു മധുര പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിലൊക്കെ വന്നിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ പാകത്തിന് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാലില്ലേ അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ഞാനിതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ മറ്റേ ഗ്രാമ്പൂ ഇല്ലേ, ഒരു 3-4 ഗ്രാമ്പൂ, അതേപോലെ ഇലയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് നല്ലതുപോലെ ഒരു 5-10 മിനിറ്റ് വരെ നല്ലതുപോലെ തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ നല്ലൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിതാ ഇവിടെ കൽത്തപ്പത്തിൻ്റെ മാവ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് തേങ്ങയും പച്ചരിയും അതേപോലെ ഉള്ളിയും, ചോറ് ചേർത്ത് കൊടുക്കുന്നില്ല. അതും കൂടി ഇട്ടിട്ട് അരച്ചെടുത്ത മാവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉരുളിയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ ഉരുളിയിൽ ചുട്ട കൽത്തപ്പത്തിന് ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായതോ നോക്കിയതാണ്. നല്ല ചൂടായ ഉരുളിയിലേക്ക് നമ്മുടെ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്കാക്കിയിട്ടെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു വശം നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ടാവും കേട്ടോ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അടിയിൽ പിടിക്കൊന്നുമില്ല കേട്ടോ. കൂളായിട്ട് തന്നെ എടുക്കാൻ പറ്റും. നമുക്ക് തിരിച്ചിട്ടിട്ട് അതേപോലെ ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ നല്ല അടിപൊളി കൽത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ചിക്കൻ കറീൻ്റെ കൂടി കൽത്തപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതാ ചിക്കൻ കറിയും കൽത്തപ്പം കൂടി കഴിക്കലാണ്. ചിക്കൻ കറി ഈ രീതിക്ക് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.